പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ വൈദിക സഹോദരരെ, സഹോദരന്മാരെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 6ാമത്തെ എപ്പിസോഡാണിത്. യോഹന്നാൻ മാബ്ദാനയുടെ ജനനം ഘോഷിക്കുന്ന ഞായർ. ഒരു കുട്ടിയുടെ ജനനം ഏതൊരു വീട്ടിലും സന്തോഷമുളവാക്കുന്ന, യൂദയായിലെ മലനാട്ടിൽ പാർത്തിരുന്ന ഒരു കുടുംബത്തിൽ അരങ്ങേറുന്ന സംഭവമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. ഒരു കുട്ടി, അതും ഒരു ആൺകുട്ടി. അതിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും കുഞ്ഞുങ്ങളെ പ്രാപിക്കുവാനുള്ള പ്രായം കവിഞ്ഞിരുന്നു എന്ന് നാം വായിക്കുന്നു. ഒരു മനുഷ്യായുസ് മുഴുവൻ അവരെ കാത്തിരുന്നു, പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ദൈവസന്നിധിയിൽ അപേക്ഷിച്ചിരുന്നു. അതിനാൽ ഈ കുഞ്ഞിൻ്റെ ജനനം അനേക മടങ്ങ് ആനന്ദം ഉളവാക്കി. മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വയറ്റാട്ടിയും ആ വീട്ടിലുള്ളവരും എല്ലാവരും ചേർന്ന് കുരവയിടുന്ന പതിവുണ്ടായിരുന്നു. ഈ കുരവയിടൽ അടുത്ത അയൽവക്കക്കാരെല്ലാം ഈ സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിൽ ആ പതിവുണ്ടായിരുന്നു, അറബി നാടുകളിലുണ്ടായിരുന്നു, ആഫ്രിക്കയിൽ എല്ലാ രാജ്യങ്ങളിലും പതിവ് ഇപ്പോഴും ഉണ്ട്. അതിനാൽ ഈ ശിശുവിൻ്റെ ജനനം കാരണം അയൽപക്കത്ത് ആൾക്കാരെല്ലാം ആനന്ദം കൊണ്ട് നിറഞ്ഞു. മാത്രമല്ല, അവർ അത്ഭുതം കൊണ്ടും നിറഞ്ഞു. അയൽക്കാരും ബന്ധുക്കളും സന്തോഷിച്ചു. കാരണം കർത്താവ് എലിശുബായോട് കാരുണ്യം കാണിച്ചു എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 58-ാം വാക്യത്തിൽ നാം വായിക്കും. യോഹന്നാൻ മാബ്ദായുടെ ജനനം പഴയ നിയമത്തിൻ്റെ അന്ത്യവും പുതിയ നിയമത്തിൻ്റെ ആരംഭവുമാകുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ശിശുവിൻ്റെ ജനന സമയത്ത് നടന്നതിനേക്കാൾ കൂടുതൽ വിവരിച്ചിരിക്കുന്നത് പരിച്ഛേദന കർമ്മവും പേരിടിയിൽ കർമ്മവുമാണ്. ജനനം കഴിഞ്ഞ 8-ാം ദിവസമാണ് പരിച്ഛേദന കർമ്മം നടത്തിയിരുന്നത്. അന്നത്തെ പതിവനുസരിച്ച് പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാമഹൻ്റെ പേര് ഒന്നാമത്തെ കുട്ടിക്ക് ഇടുന്ന പതിവുണ്ടായിരുന്നു. നമുക്ക് സംഭവങ്ങൾ അധികം വിവരിക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ ലൂക്കായുടെ 1:13 അവന് ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് അറിയിപ്പുണ്ടായ അവസരത്തിൽ മാലാഖ പറഞ്ഞു, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. എന്നാൽ ഈ ശിശുവിന് പേരിടാൻ സമയമായപ്പോൾ ഊമനും ബധിരനുമായിരുന്ന സക്കറിയായോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എലിശുബ, ഒരു സ്ത്രീ, ഒരിക്കലും ആ സ്ഥാനം ഏറ്റെടുക്കുക പതിവില്ലായിരുന്നു. എങ്കിലും ഇവിടെ ഒരു വീട്ടുകാർ, അയൽക്കാർ എല്ലാം ഒരുമിച്ച് കൂടി സക്കറിയ എന്ന് തന്നെ അവൻ വിളിക്കപ്പെടണം എന്ന് തീരുമാനിച്ചപ്പോൾ എലിശുബ ഗ്രീക്ക് ഭാഷയിൽ ഒരു എംഫാറ്റിക് നോ പറയുകയാണ്. ഊ നെഗറ്റീവാണ്, പക്ഷേ ഊഹി എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ, അബ്സല്യൂട്ട്ലി നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ സക്കറിയായോട് ഈ തളയ്ക്കെന്തോ വിരോധമുണ്ടായിരുന്നു നമുക്ക് തോന്നും. അവളോടല്ല പേരിടാൻ പറഞ്ഞത്, സക്കറിയായോടാണ്.
അതുകൊണ്ട് മനുഷ്യർ സക്രിയായോട് ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നു. അവന് ആംഗ്യ ഭാഷ ഉപയോഗിച്ച് തന്നെ എഴുതാനുള്ള ഒരു സ്ലേറ്റ് ചോദിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവൻ ഊമനായി പോയി എന്നുള്ളതാണ്. പക്ഷേ അവൻ ഊമനും ബധിരനുമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പിന്നെ ആംഗ്യ ഭാഷയിൽ ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഊമനും ബധിരനുമായി തീർന്ന സക്രിയ, അവൻ്റെ പേര് യോഹന്നാൻ എന്ന് എഴുതി കാണിച്ചപ്പോൾ അവൻ്റെ വായ് തുറന്നു, അവൻ്റെ കെട്ടുകളഴിഞ്ഞു, നാവിൻ്റെ കെട്ടുകളഴിഞ്ഞു. അവൻ ഒരു ബോംബിന് തീ പിടിച്ച പോലെ അവൻ്റെ വായിൽ നിന്ന് സ്തോത്രഗീതം ഒഴുകുകയാണ്. യോഹന്നാൻ എന്നുള്ള പേര് ദൈവനിശ്ചിതമായിരുന്നു. നമ്മൾ പലപ്പോഴും ഉദ്ധരിച്ചു കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ് വാട്ട് ഈസ് ഇൻ എ നെയിം. ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റിലെ നാടകത്തിലെ ഒരു വാക്യമാണ്. That which we call a rose by any other name would smell as sweet. അതാണ് അതിൻ്റെ കംപ്ലീറ്റ് വേർഷൻ. ഒരു റോസപ്പൂവിനെ റോസ് എന്ന് വിളിക്കുന്നതിന് പകരം വേറൊരു വാക്ക് ഉപയോഗിച്ച് വിളിച്ചാലും അതിൻ്റെ സൗരഭ്യം ഒന്നു തന്നെയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നാൽ ഇവിടെ ദൈവത്തെ സംബന്ധിച്ച് വാട്ട്സ് ഇൻ എ നെയിം അതിൽ വലിയ അർത്ഥമില്ല. അതൊരു എറ്റിക്കറ്റാണ്, അതൊരു ലേബലാണ് എന്ന് പറയാൻ പറ്റില്ല. ദൈവം ചരിത്രത്തിൽ ഇടപെട്ടപ്പോൾ വ്യക്തികളുടെ പേര് മാറിയതൊക്കെ നമുക്ക് അറിയാം. അബ്രഹാം അബ്രഹാമായി, സാറായി സാറ ആയി, ജേക്കബ് ഇസ്രായേലായി, ശിമോൻ പത്രോസായി, ചിലർ അതിൻ്റെ കൂട്ടത്തിൽ സാവൂൾ പാവൂളായി എന്ന് പറയാറുണ്ട്. പക്ഷേ ദൈവം ഇടപെട്ട് പോൾ എന്ന് വിളിച്ചിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 13:9 വായിക്കുന്നു, പൗലോസ് എന്ന് വിളിപ്പേരുള്ള സാവൂൾ. അത് അവൻ്റെ തന്നെ പേരായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ ഒരു നിക്നെയിം ഇട്ടതാണ്, കുറിയവൻ. കാരണം പൗലോസിന് പൗലൂസ് എന്ന പേര് ചിലപ്പോൾ ഒരു നിക്നെയിം ആയിരുന്നിരിക്കാം. പൊക്കം കുറഞ്ഞവൻ എന്നാണ് എൻ്റെ അർത്ഥം. അതിനാൽ ഇവിടെ യോഹന്നാൻ കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് കരുണ ചെയ്തു എന്നുള്ള ആ സംഗതി നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തതാണ്. 2, അവന് ഒരു നാസീർ വ്രതസ്ഥനായിരുന്നു. എന്താണ് നാസീർ വ്രതം? സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാസീർ വ്രതം എടുക്കുന്നവർ ഏതെല്ലാം നിയമങ്ങൾ പാലിക്കണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കഴിക്കാൻ പാടില്ല, തലമുടി മുറിക്കരുത്, നാസീർ വ്രതത്തിൻ്റെ കാലയളവിൽ ശവശരീരത്തെ സ്പർശിക്കരുത് എന്നു തുടങ്ങിയ നിയമങ്ങൾ നാസീർ വ്രതവുമായിട്ട് ചേർന്ന് വന്നിരുന്നു. വാർദ്ധക്യത്തിൽ ഉണ്ടായ ശിശുവാണ് യോഹന്നാൻ. അവൻ്റെ മാതാപിതാക്കന്മാർ അവൻ്റെ ബാല്യകാലത്ത് തന്നെ മരിച്ചു കാണും. അങ്ങനെയുള്ള കുട്ടികളെ താമസിപ്പിക്കാനായി എസീൻ എന്ന് പറയുന്ന ഒരു സന്യാസ ഗ്രൂപ്പ് കുമ്രാനിൽ താമസിച്ചിരുന്നു, ചാവുകടൽ തീരത്ത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കുട്ടികളെ എടുത്ത് അവർ ആ കുട്ടികളെ വളർത്തിയിരുന്നു. അവർക്ക് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള, വളരെ കർശനമായ ഒരു ശിക്ഷണം നൽകിയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിനാൽ മത്തായിയുടെ സുവിശേഷം 3:4 യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ കഠിന താമസനായിരുന്നു എന്നുള്ള ഒരു ചിത്രമാണ് തെളിഞ്ഞു വരിക. അവന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറുമായിരുന്നു. കാട്ടുകിഴങ്ങുകളും
കാട്ടുതേനുമായിരുന്നവൻ്റെ ഭക്ഷണം. ഒരു നോർമൽ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, കാരണം അവന് എന്നും മരുഭൂമിയിലായിരുന്നു, വേറെ ആരും സഹായിക്കാനില്ലായിരുന്നു എന്നുള്ള അവസ്ഥയാണ്. വെട്ടുക്കിളി എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഒരു നാസീർ വ്രതസ്ഥൻ ഒരു മാംസാഹാരം കഴിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എങ്കിലും അത് ചേർന്ന് പോകുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നാൽ പെഷീത്ത ബൈബിളിൽ വെട്ടുക്കിളി എന്നതിന് പകരം കാട്ടുകിഴങ്ങ് എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും വലിയ പട്ടിണി വരുമ്പോൾ അവർ കാട്ടിൽ കയറുകയും ചിലപ്പോൾ വേനലേറ്റ് വരണ്ട് പോയിരിക്കുന്ന ചില ചെടികളുടെ അടിയിൽ മാന്തി 5-6 അടി താഴേക്ക് മാന്തി ചെല്ലുമ്പോൾ ചില കിഴങ്ങുകൾ അവർ കണ്ടെത്തും. അതുകൊണ്ടാണ് അവരെ വിശപ്പടക്കുന്നത്. ഇതുപോലെ മരുഭൂമിയിലെ ചില ചെടികളുടെ കിഴങ്ങുകൾ പറിച്ച് അവന് വിശപ്പ് മാറ്റിയിരുന്നു. അതൊരു വലിയ താപസൻ്റെ ലക്ഷണമാണ്. അദ്ദേഹം ശരിക്കും ഒരു താപസനായിരുന്നുകൊണ്ടാണ് അവന് ഹെറോദേസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കാൻ നിനക്ക് അനുവാദമില്ല, അത് ധാർമ്മികമല്ല എന്ന് പറഞ്ഞത് നമുക്കറിയാം. അത് അദ്ദേഹത്തിന് തന്നെ മരണത്തിന് കാരണമായി. ഈ യോഹന്നാൻ്റെ ജനനത്തെ സംബന്ധിച്ച് സ്വന്തം പിതാവ് എന്താണ് പരിശുദ്ധാത്മ പ്രേരിതനായി പറഞ്ഞത്? ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. ഇവിടെ സ്നാപക യോഹന്നാനെ പുതിയ ഏലിയായിട്ടാണ് ചിത്രീകരിക്കുക. മലാക്കിയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ നീതിസൂര്യനായ മിശിഹ ഉദിക്കുന്നതിന് മുമ്പ് പ്രഭാത നക്ഷത്രമായിട്ട് ഉദിച്ചു വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. സൂര്യൻ നമ്മുടെ നാട്ടിലൊക്കെ 6-6:30 മണിയോടുകൂടി ഉദിക്കുന്നതിന് മുമ്പ് 4 മണിയോടുകൂടി കിഴക്ക് നോക്കിയാൽ ഒരു പ്രഭാത നക്ഷത്രം കാണാം. ഇവിടെ യോഹന്നാനെ ഒരു പ്രഭാത നക്ഷത്രമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക. അവൻ മെശിഹായുടെ വരവിന് മുമ്പ് ജനത്തെ ഒരുക്കാൻ വന്നവൻ. ഏലിയായുടെ ചൈതന്യത്തോടും തീഷ്ണതയോടും കൂടി അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സെദക്ക എന്നുള്ള ഹീബ്രു വാക്ക് നമ്മുടെ സംസ്കൃതത്തിലെ ധർമ്മം എന്ന് പറയുന്നതിനോട് തുല്യമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ റൈറ്റ് റിലേഷൻഷിപ്പ്, ദൈവത്തോടും കുടുംബത്തോടും സമൂഹത്തോടും ശരിയായ ബന്ധം പാലിക്കുക എന്നുള്ളത്. സജ്ജീകൃതമായ ഒരു ജനം, ഈ ജനത്തിന് മാത്രമേ മിശിഹായെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അവർ ഒന്നാമതായി മാനസാന്തരപ്പെടണം. അവർ ശത്രുകരങ്ങളിൽ നിന്ന് മോചിതരാകണം. നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യണം. അതിനുവേണ്ടി വഴിയൊരുക്കരുത്. അനാത്തൊളി റൈസിംഗ് സണ്ണാണ്. മലാഖി 4:2 ഉദയസൂര്യന് മുമ്പുള്ള പ്രഭാത നക്ഷത്രം. കർത്താവിന് വഴിയൊരുക്കുക, നമുക്കറിയാവുന്നതുപോലെ യെശയ്യായുടെ 40-ാം അധ്യായത്തിലെ പ്രവചനമാണിത്. മുമ്പ് കാലത്ത്
ഒരു നാട്ടിൽ രാജാവ് സന്ദർശിക്കുമ്പോൾ അതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പട്ടാളക്കാർ കുതിരപ്പുറത്ത് കയറി വരും. അവർ ബ്യൂഗിൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഊതി നാട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് പറയും, ഇന്ന ദിവസം രാജാവ് ഈ വഴി വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സംഘടിച്ച് രാജാവിൻ്റെ രഥം ഭംഗിയായി സ്മൂത്തായി കടന്നു പോകുവാൻ തക്കവണ്ണം വഴി വെട്ടി നിരപ്പാക്കണം, കുഴികൾ നികത്തണം, കുന്നുകൾ വെട്ടി നിരപ്പാക്കണം, വഴിക്ക് വീതി കൂട്ടണം. ആരെങ്കിലും അതിൽ വീഴ്ച വരുത്തിയാൽ പട്ടാളക്കാർ വീണ്ടും വാളുമായിട്ട് വരും. അതിനാൽ ഭയത്തോടുകൂടി നാട്ടുകാരെല്ലാം സംഘടിച്ച് രാജാവിന് വേണ്ടി വീഥി ഒരുക്കുക പതിവായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം കർത്താവിൻ്റെ വരവിന് വഴിയൊരുക്കുവാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. യോഹന്നാൻ എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സക്കറിയായുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അവൻ സ്വതന്ത്രമായി സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 9 മുതൽ 10 വരെ വാക്യങ്ങളിൽ സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അത് പ്രചോദിപ്പിക്കുന്നത്. ഈ വാക്യത്തെക്കുറിച്ച്, അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. പാപിക്ക് സ്തോത്രം ഇണങ്ങുന്നില്ല. അതിനാൽ പാപാവസ്ഥയിൽ ഒരാൾക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ് സ്തോത്രം. അത് ദൈവമാണ് പ്രചോദിപ്പിക്കുന്നത്. നമ്മുടെയെല്ലാം പ്രാർത്ഥനാ സമൂഹങ്ങളിൽ ഈ ചിന്ത പങ്കുവയ്ക്കുന്നത് നല്ലതാണ്. ശിശുവിൻ്റെ ചേലാകർമ്മം അല്ലെങ്കിൽ പരിച്ഛേദന കർമ്മത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. ലൂക്ക 1:66. ഇവിടെ ഇസ്ഹാക്കിൻ്റെ ജനനത്തിലും ശംശോൻ്റെ ജനനത്തിലും ഒക്കെ ജനം ഇതുപോലെ അത്ഭുതം കൂറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്ന ആ വാക്കിൽ എടുത്തു പറയുന്നു, കർത്താവിൻ്റെ കരം അവരുടെ കരത്തോടൊപ്പം പ്രവർത്തിച്ചു. ഇവിടെ തുക്കൂരിയൂസ് സുനർഗുണ്ടോസ് സുനേർഗോ എന്ന് പറഞ്ഞ സിനർജിയ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ശക്തിയും അവനോടൊപ്പം ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. ഈ മരുഭൂമി എന്ന് പറയുന്നത് ഒരു നൊവീഷ്യറ്റാണ്, ഒരു ട്രെയിനിങ് പ്ലേസാണ്. വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരത്തിന് ശേഷം ഗലാത്യർ ലേഖനം 1:17 പറയുന്നു, ഒരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ ഞാൻ നിന്നില്ല. എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല. മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അടുത്ത അധ്യായം ആരംഭിക്കുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേപ്പായെ കാണാൻ പോയി എന്നാണ്. അതിനാൽ തൻ്റെ മാനസാന്തരം
ആ അത്ഭുതകരമായ യേശുമിശിഹായുടെ ദർശനം ലഭിച്ച ശേഷം 3 വർഷക്കാലം അറേബ്യയിൽ പോയി ജീവിച്ചു പൗലോസ്. ഇന്നത്തെ സൗദി അറേബ്യയുടെ കാര്യമാണോ പറയുന്നത്? അല്ല. അറാബിയ എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നാണ് എൻ്റെ അർത്ഥം. ഈ സംഭവം നടക്കുന്ന ഡമാസ്കസ് ഇന്നത്തെ സിറിയയിലാണ്. ഈ ഡമാസ്കസ് ഒരു 2500 മുതൽ 3000 അടിയോളം ഉയരമുള്ള ഒരു പർവ്വതമാണ്. അവിടെ നിന്ന് താഴേക്കിറങ്ങിയാൽ മരുഭൂമിയാണ്. അതുകൊണ്ട് അങ്ങ് വളരെ ദൂരെയുള്ള അറേബ്യയിൽ പോയി താമസിച്ചു സൗദിയിൽ എന്ന് അർത്ഥമാകുന്നില്ല. ഞാൻ മരുഭൂമിയിൽ ഏകാഗിയായി ജീവിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ വലിയ പ്രവാചകന്മാരും ഈ അനുഭവം നടത്തിയിട്ടുള്ളതാണ്. നമ്മുടെ കർത്താവും മരുഭൂമിയിലാണ് 40 ദിവസത്തെ ഉപവാസത്തിന് പോയത്. അതിനാൽ എല്ലാ പ്രവാചകന്മാരുടെയും ഒരനുഭവമായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരമായി അനുഭവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് മരുഭൂമിയെ അവർ ചിത്രീകരിച്ചിരുന്നത്. സർവ്വ ഇല്ലായ്മകളുടെയും നടുവാണ്, അപകടം പിടിച്ചൊരു സ്ഥലമാണ്. എങ്കിലും ഒരു മനുഷ്യൻ്റെയും ശല്യമില്ലാതെ ദൈവവുമായിട്ട് നിരന്തരം സംഭാഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. നമ്മൾ ഹോസിയയുടെ പുസ്തകത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. ഇസ്രായേലിനോട്, വേശ്യയായ ഇസ്രായേലിനോട് പറയുന്നു, നീ അവളെയും കൂട്ടി മരുഭൂമിയിൽ പോവുക, അവളോട് സ്നേഹപൂർവ്വം സംഭാഷിക്കുക. അപ്പോൾ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ പരസ്പരം അടുക്കുന്ന സ്ഥലമാണ്. നമ്മെ സംബന്ധിച്ചത് ഈ സ്നാപക യോഹന്നാൻ്റെ ധാർമ്മികമായ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ താപസ ജീവിതത്തിൽ നിന്ന് വരുന്നു. നമ്മളാരും താപസരല്ല, എങ്കിലും നോമ്പ് കാലങ്ങൾ തപസ്സിൻ്റെ കാലമാണ്. സഭയിൽ 365 ദിവസങ്ങളിൽ മലങ്കര ക്രമം അനുസരിച്ച് ഏതാണ്ട് 113 ദിവസങ്ങൾ നോമ്പ് കാലമാണ്. എന്തിനായി നോമ്പ് കാലം? നമുക്കൊക്കെ ഈർഷ്യ ഉളവാക്കുന്ന ഒരു കാലമാണ് നോമ്പ് കാലം പലപ്പോഴും. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഒട്ടും നോമ്പ് നോക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, ചില പ്രായമായവരും. സഭയുടെ കാഴ്ചപ്പാടിൽ തപസ്സിൻ്റെ കാലം നമുക്ക് തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാലം. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ബലിഷ്ഠരാണ് ദൈവരാജ്യം കൈവശപ്പെടുത്തുക. അതുകൊണ്ട് ഈ ആന്തരികമായ ബലം, ഇത് ഒരു തപസ്സിൻ്റെ ജീവിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. പാശ്ചാത്യ ലോകത്ത് സഭയുടെ ക്ഷീണം നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ചിന്തിക്കുന്നവർ പറയുന്നത് അസറ്റിസിസം ആ സഭയിൽ നിന്നില്ലാതായി, താപസ ജീവിതം പാശ്ചാത്യ സഭയിൽ ഇല്ലാതായി, നോമ്പുകൾ, വർജനകളൊക്കെ വളരെ കുറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ഒരു ഉപവാസ ദിവസമുള്ളൂ. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സഭ ക്ഷീണിക്കും എന്നുള്ളത് നമുക്കറിയണം. അതിനാൽ നമ്മളെ സംബന്ധിച്ച് ഈ കർത്താവിന് മുന്നോടിയായി പോയവൻ ജനനത്തിൽ മുന്നോടിയായി, പരസ്യജീവിതത്തിൽ മുന്നോടിയായി, മരണത്തിലും മുന്നോടിയായി. യേശുവും സ്നാപക യോഹന്നാനും മരിച്ചത് 30-ാം വയസ്സിലാണ്. 30 വയസ്സെന്ന് പറഞ്ഞാൽ യൗവനകാലമാണ്. അവർ രണ്ടുപേരുടെയും യൗവനത്തിലുള്ള മരണം അന്നത്തെ ധാർമ്മികതയെ വെല്ലുവിളിച്ചതുകൊണ്ടാണ്. എന്നാൽ ആഗമനകാലത്തിൻ്റെ അരൂപി നമ്മൾ മനസ്സിലാക്കുക. വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, മർക്കോസിൻ്റെ 1:2
സ്നാപയോഹന്നാൻ ഇങ്ങനെയാണ് അവതരിപ്പിക്കുക: ഇതാ നിനക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. ഇതായിരുന്നു സ്നാപയോഹന്നാൻ്റെ സന്ദേശം. ഇത് സ്നാപയോഹന്നാൻ ഒറിജിനലായിട്ട് പറഞ്ഞതല്ല, യെശയ്യ 40:3 ആണ്. അവിടെ വളവുകൾ നേരെയാക്കണം, കുന്നും കുഴിയും നിരപ്പാക്കണം. അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത്, അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും. അത് യെശയ്യ 35:8-10 വരെ വാക്യങ്ങളാണ്. അവിടെ രാജവീഥി ഉണ്ടായിരിക്കും, വിശുദ്ധ വീഥി എന്നത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലെ കടക്കുകയില്ല, രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അപ്പോൾ ഇവിടെ ഈ രാജവീഥി എന്ന് പറയുന്നത് ഒരു ഹൈവേയുടെ കാര്യം പറയുന്നതല്ല. ഈ വീഥിയെ വിളിക്കുന്നത് വിശുദ്ധ വീഥിയാണ്, ദ വേ ഓഫ് ഹോളിനെസ്. അതിനാൽ ഈ ആഗമന കാലത്തിൻ്റെ അരൂപി നമ്മുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന്, ലൗകികമായ ചിന്തകളിൽ നിന്ന് മോചിതരായി നമ്മുടെ മേൽ തന്നെ ഒരു സ്വല്പം നിയന്ത്രണം, സ്വല്പം ബലപ്രയോഗം. ഈ ബലപ്രയോഗമില്ലാത്തവൻ ദൈവരാജ്യം കൈവശപ്പെടുത്തുകയില്ല എന്ന് കർത്താവ് ഖണ്ഡിതമായി പറയുമ്പോൾ, നമ്മൾ ഈ ബലപ്രയോഗം നമ്മളോട് തന്നെ വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാം വിട്ടുകൊടുക്കുക. ആ ലാക്സിറ്റി ഇന്ന് നമ്മളെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അടുത്ത തലമുറ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് ആശങ്കയുണ്ട്. അതിനാൽ ലാക്സിറ്റി അല്ല, ഒരു സ്ട്രിക്ട്നെസ് നമുക്ക് ആവശ്യമാണ്. അത് ഒരു ആധ്യാത്മികമായ ഒരു ഡിസിപ്ലിനാണ്. 2, ഈ ആഗമനകാലത്തിൻ്റെ അരൂപിയിൽ പറയുന്നത്, നമ്മളത് ഒരിക്കൽ പറഞ്ഞു, ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം: നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുവിനെ നമ്മൾ കാത്തിരിക്കുന്നു. നമ്മൾ ബാലിശമായി ക്രിസ്മസിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ പുൽക്കൂടൊക്കെ ഒരുക്കി രൂപമൊക്കെ വെച്ച് കഴിയുമ്പോൾ കർത്താവോടെ വന്ന് ഒന്നുകൂടെ ജനിക്കും എന്നൊക്കെ നമ്മളങ്ങ് വെറുതെ ചിന്തിച്ചു പോവുകയാണ്. ഈ പുൽക്കൂടൊക്കെ തുടങ്ങിയത് ഫ്രാൻസിസ് അസിസിയുടെ കാലത്താണ്, 13-ാം നൂറ്റാണ്ടിൽ. അതിനു മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഒരിക്കലൂടി വന്ന് ജനിക്കുകയില്ല. കർത്താവ് ഇനിയും വരാൻ പോകുന്നത് തൻ്റെ 2ാമത്തെ വരവിലാണ്. അതിനാൽ ഇവിടെ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുവിനെ നാം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അവൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ്. ഞാൻ നിർത്തുകയാണ്. സ്നാപയോഹന്നാൻ്റെ ജനനം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. നിസ്സാരമായ ഒരു വീട്ടിലെ സംഭവമാണിത്. മനുഷ്യർ ഗർഭിണികളാകുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അതിലെന്താണ് ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ, രക്ഷയുടെ ആരംഭം, നമുക്ക് സന്തോഷത്തിൻ്റെ ആരംഭം. നമ്മുടെ വിവാഹ ഉദാശയിൽ പറയാറുണ്ട്, അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണവുമായ മിശിഹാ തമ്പുരാനെ. സന്തോഷത്തിൻ്റെ ആരംഭവും സന്തോഷത്തിൻ്റെ പൂർത്തീകരണവും ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. അതിനാൽ ഈ ആഗമനകാലം നമ്മളോട് തന്നെയുള്ള ഒരു ബലപ്രയോഗത്തിലും, അതേസമയം തന്നെ കർത്താവ് വരുന്നു എന്നുള്ള ഹൃദയത്തിൻ്റെ ഉറപ്പോടുകൂടി വലിയ സന്തോഷത്തിലും കഴിയുവാൻ, കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ രാജവീഥി ഒരുക്കുവാൻ, ആ രാജവീഥി വിശുദ്ധ വീഥിയാണ് എന്ന് ഓർത്തിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.